Friends, welcome to Commerce Bytes. I am so happy that you people are so dedicated towards your exam, that is Kerala Set exam, which is going to be conducted on June or July 2021, and I am sure that you people is definitely gonna crack this exam for sure. ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൂടി നിങ്ങളുടെ ഈ ഒരു ഡെഡിക്കേഷൻ ഇതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് ആ സീരീസ്. 2020യുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, 2019ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഷോർട്ട് മിനി സീരീസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ ചെക്ക് വെദർ ഐ ക്യാൻ പുട്ട് ഓർ നോട്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ റിസർച്ചിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ 2 to 3 വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊമേഴ്സ് ബൈറ്റ്സ് യൂട്യൂബ് ചാനലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു പീപ്പിൾ വിൽ ബി ഡെഫിനറ്റ്ലി ഗോണ ഹാവ് സോ മെനി വീഡിയോസ്. ഓക്കെ, ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ യുവർ പ്രിപ്പറേഷൻസ്. നല്ലൊരു ഗൈഡായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ്, കാരണം അത്ര ഡെഡിക്കേഷനോട് കൂടി തന്നെയാണ് ഞാൻ ആ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരൊറ്റ പേർപ്പസ് അല്ലെങ്കിൽ ആ ഒരൊറ്റ എയിമിലാണ് ഞാൻ ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു അവർ ടുഡേയ്സ് ടോപ്പിക്. ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് വാട്ട് ആസ് വേരിയബിൾ. ഞാനിപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഐ ഹാവ് ബീൻ സ്പെസിഫൈങ് ദ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, റൈറ്റ്? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ആ സ്റ്റെപ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഐഡൻറ്റിഫൈ ദ വേരിയബിൾസ് എന്ന്. അപ്പോൾ വേരിയബിൾസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് ഡിപ്പെൻഡ് ചെയ്ത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൻ്റെ ഒപ്പം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ meanwhile I'll be sharing that too. So സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മാത്രം ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയബിൾസ്. വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഓരോ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ആ ഒരു ടെസ്റ്റിന് വേണ്ടി എടുക്കുമ്പോഴാണ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ആക്ടിവിറ്റി ഓർ ടു അനലൈസ് ദ എഫക്റ്റ് ഓഫ് 1 ആക്ടിവിറ്റി ഓൺ അനദർ. മനസ്സിലായോ? ആ ആക്ടിവിറ്റീസിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു നോ അബൌട്ട് ദ ടൈം ടേക്കൺ ബൈ ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഹു ഹാവ് സ്ലെപ്റ്റ് 2 hours, 4 hours, 6 hours and 8 hours to complete the task and the time taken to complete the task. അതായത് ഫോർ എക്സാമ്പിൾ വർക്കേഴ്സിൻ്റെ ടൈം സ്ലോട്ട് പറഞ്ഞിരിക്കുന്നത് 10 hours ആണെന്ന് വിചാരിക്കൂ. ആ 10 hours അവർ 2, 4, 6, 8 ഈ ഒരു പെർട്ടിക്കുലർ അവേഴ്സ് വെച്ചിട്ട് അവർ സ്ലീപ്പിംഗ് അവർ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ 2 hours ഉറങ്ങുന്ന ഒരു വർക്കർ 8 hours കൊണ്ടായിരിക്കും അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് ഒരു അനലൈസ് നടത്തുന്ന ആ ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തതാണ്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് നമ്മൾ ആ ഒരു ചെക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് സ്ലീപ്പിംഗ് അവേഴ്സും അതുപോലെ തന്നെ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദറ്റ് ജോബ്. 2 ഫാക്ടേഴ്സാണ് ഇപ്പം നമുക്ക് കിട്ടിയത്. ഫാക്ടേഴ്സ് ഇൻ ദ സെൻസ് വേരിയബിൾസ്. ഓക്കെ, സോ ഇപ്പോൾ 2 hours ഉറങ്ങുന്ന ഒരാൾ 8 hours കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ 4 hours ഉറങ്ങുന്ന ഒരാൾ 6 hours കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ലൈക്ക് വൈസ് ഐ തിങ്ക് യു പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ഇതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. മേ ബി ചിലപ്പോൾ അത് 2 ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വേരിയബിൾസ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ വേരിയബിൾസിൻ്റെ തന്നെ കുറച്ച് ടൈപ്സ് ഉണ്ട്. ലെറ്റ്സ് ചെക്ക് ഔട്ട് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു 6 വേരിയബിൾസാണ് ഇപ്പോൾ ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിംഗിൾ ലൈനേഴ്സിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ്ലി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെയിറ്റ്, ഇപ്പോൾ ആദ്യം നമ്മളുടെ വെയിറ്റ് 55 ആണെന്ന് വിചാരിക്കും. ദെൻ നമ്മളുടെ വെയിറ്റ് കൂടി 58. ദെൻ വി ഹാവ് റേസ്ഡ് അവർ വെയിറ്റ് ആസ് 60. ആ ഒരു കണ്ടിന്യൂസ് ഫോമിലാണ് പോകുന്നത്.
അണ്ടർസ്റ്റുഡ്? അതാണ് കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നോൺ കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ്. അപ്പോൾ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടി, ജസ്റ്റ് ഒന്ന് റെഡ് പെൻ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അതായത് നോൺ കണ്ടിന്യൂസിൻ്റെ ഒരു അതർ നെയിമാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ വിച്ച് വിൽ ബി ഓൺലി എക്സ്പ്രസ്ഡ് ആസ് എ ഹോൾ നമ്പർ. അത് ഒരു കണ്ടിന്യൂസ് ആയിരിക്കില്ല, ജസ്റ്റ് എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ട്? ഓക്കെ, 150. അതൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അണ്ടർസ്റ്റുഡ്? സോ അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ട് വരുന്ന നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിളിനെയാണ് നോൺ കണ്ടിന്യൂസ് വേരിയബിൾ ഓർ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് the meaning, right? It is the variable which is under influence of another variable or which is affected by the another variable. ഒന്നിനോട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു വേരിയബിളിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി അതർ വേരിയബിൾ. മറ്റൊരു വേരിയബിളായിട്ട് ഒട്ടും ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല. അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. സ്ലീപ്പിംഗ് അവേഴ്സ് എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ്. ബട്ട് ഒരു വർക്ക് എന്ന കാര്യത്തിൽ ഒരു വർക്ക് എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് അതല്ലേ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഒരു വർക്ക് എത്ര സമയം കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്, മനസ്സിലായോ? ഒരു വർക്ക് ഞാൻ എത്ര സമയം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു വേരിയബിൾ, ആ ഒരു ഫാക്ടറായിട്ട് എനിക്കിവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. പക്ഷേ എത്ര മണിക്കൂർ ഞാൻ ഉറങ്ങി അതിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല, റൈറ്റ്? സോ അതിൽ ഒരു കണക്ഷൻ ഇല്ല, മനസ്സിലായോ? സോ അതൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ പറഞ്ഞു, നോൺ കണ്ടിന്യൂസ് വേരിയബിൾ പറഞ്ഞു. നോൺ കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ മറ്റൊരു പേരാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും. ഇപ്പോൾ 55, 58, 60. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ വെയ്റ്റ്. മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്, ഇപ്പോൾ വെയ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് വേരിയബിൾ ഇറ്റ് ഈസ് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചോദിച്ചത് വളരെ സിമ്പിളാണ്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യനും എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വിച്ച് ഇസ് ദ അതർ നെയിം ഓഫ് നോൺ കണ്ടിന്യൂസ് വേരിയബിൾ, ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി ഡിസ്ക്രീറ്റ് വേരിയബിൾ. മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾക്കുള്ള ബോണസ് ടിപ്സാണ്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ വിത്ത് യുവർ കളേർഡ് പെൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു കളേർഡ് പെൻ വെച്ച് മാർക്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും പറഞ്ഞു. ഇവിടുത്തെ കേസിൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് വർക്കിന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ടൈം ടേക്കണാണ്. എത്ര സമയം കൊണ്ടാണ് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതുപോലെ തന്നെ സ്ലീപ്പിംഗ് അവേഴ്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പോയിൻറ്റ്. ദാറ്റ് ഈസ് നെക്സ്റ്റ് വേരിയബിൾ ഈസ് എക്സ്ട്രേനിയസ് വേരിയബിൾ. എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന വേരിയബിൾസ്. നമ്മൾക്ക് ഇപ്പോൾ ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അനലൈസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കണ്ടു. ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റുള്ള ഒരു വേരിയബിളാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദീസ് ആർ ദ വേരിയബിൾസ് വിച്ച് ഹാവ് ആൻ എഫക്റ്റ് ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ബട്ട് നോട്ട് പാർട്ട് ഓഫ് ദി സിസ്റ്റം. അതായത് ഈ ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആകെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും രണ്ട് ഫാക്ടേഴ്സ് മാത്രം നമ്മൾ ആ ഒരു പ്രസൻറ്റ് സീനിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഇല്ലെന്നല്ലല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഒരു വർക്കിൽ സ്ലീപ്പിംഗ് അവേഴ്സിനെയും എടുത്തു, പിന്നെ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദി വർക്ക് എന്നും പറഞ്ഞു. അതിൻ്റെ ഒപ്പമുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു വർക്കറിൻ്റെ ഹെൽത്ത്, അല്ലെങ്കിൽ ആ ഒരു വർക്കറിൻ്റെ വില്ലിങ്നെസ്, അയാൾക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ്, അയാളുടെ മെൻ്റൽ ഒരു എബിലിറ്റി, അല്ലെങ്കിൽ അയാളുടെ മെൻ്റലി ഉള്ള ഒരു അവസ്ഥ, ഇതെല്ലാം ഓരോ ഫാക്ടേഴ്സാണ്. പക്ഷേ നമ്മൾ ആ ഒരു സീനിലേക്ക് എടുത്തത് ആര്? രണ്ടുപേരെയാ. ആകെ നമ്മൾ സ്ലീപ്പിംഗ് അവേഴ്സിനെയും അതുപോലെ തന്നെ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് എ വർക്കിനെ മാത്രം എടുത്തുള്ളൂ. മനസ്സിലായോ? സോ അത് രണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും.
സോ ഇവിടെ പറയുന്നത് എക്സ്ട്രീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ വേരിയബിൾസ് വിച്ച് ഹാവ് എൻ എഫക്റ്റ് ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ബട്ട് നോട്ട് പാർട്ട് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ പാർട്ടിലേക്കില്ല, ബട്ട് ഈവൻ ദോ ദേ ഹാവ് എൻ എഫക്റ്റ് ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, ദ വേരിയബിൾസ് വിച്ച് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു വേരിയബിൾ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ആൻസർ ലോക്ക് ചെയ്യും? എക്സ്ട്രീനിയസ് വേരിയബിൾ. ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. എക്സ്ട്രീനിയസ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു വേർഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ദാറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് എന്നുള്ളൊരു അർത്ഥം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എടുക്കാം. മനസ്സിലായോ? അതായത് നമ്മൾ ജസ്റ്റ് അവരൊന്ന് അവോയ്ഡ് ചെയ്യുകയാണ്, എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, സോ അതിനെയാണ് എക്സ്ട്രീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ഈ പറയുന്ന വേരിയബിൾസിൻ്റെയൊക്കെ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറിപ്പോരുതല്ലോ. നമുക്ക് ആ ഒരു മാർക്ക് കിട്ടണം എന്നുള്ളൊരു എയിം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇത്ര ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉള്ളത് നമ്മൾ പഠിക്കുന്നത്. സോ അങ്ങനെ ഒരു പതറിപ്പോല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര പ്രിക്വേഷൻ എടുത്ത് ഓരോ പോയിൻറ്റ്സും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് തരുന്നത്. മനസ്സിലായോ? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് കൺഫണ്ടിങ് വേരിയബിൾസ്. ഈ കൺഫണ്ടിങ് വേരിയബിൾസും എക്സ്ട്രീനിയസ് വേരിയബിൾസും ഏകദേശം ഒരു സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. ആ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല എന്നുള്ള ഒരു സിമിലാരിറ്റിയാണ് ഈ എക്സ്ട്രീനിയസ് വേരിയബിളും കൺഫണ്ടിങ് വേരിയബിൾസും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ പക്ഷേ ഇത് ഡിഫർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇൻഫ്ലുവൻസ്. കൺഫണ്ടിങ് വേരിയബിൾസിന് എക്സ്ട്രീനിയസ് വേരിയബിൾസിനേക്കാൾ ഇൻഫ്ലുവൻസ് ഉണ്ട്. അണ്ടർസ്റ്റുഡ്? നമ്മളിപ്പോൾ എക്സ്ട്രീനിയസ് വേരിയബിൾസിന് എന്താ പറഞ്ഞത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് ഒരു എഫക്റ്റ് ഉണ്ട് എക്സ്ട്രീനിയസ് വേരിയബിൾസിന്, പക്ഷേ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടല്ല എന്നാണ് എക്സ്ട്രീനിയസ് വേരിയബിളിന് പറഞ്ഞത്. കൺഫണ്ടിങ് വേരിയബിളിൽ എന്താ പറഞ്ഞത്? കൺഫണ്ടിങ് വേരിയബിളും എക്സ്ട്രീനിയസ് വേരിയബിളും തമ്മിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അതായത് ഇവർ രണ്ടുപേരും സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല, പക്ഷേ കൺഫണ്ടിങ് വേരിയബിൾസിനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്. ആരെക്കാളും? എക്സ്ട്രീനിയസ് വേരിയബിളിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ്. മനസ്സിലായോ? അപ്പം നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് വിച്ച് ഇൻഫ്ലുവൻസസ് മോർ ദാൻ എക്സ്ട്രീനിയസ് വേരിയബിൾ. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആവാം. അല്ലെങ്കിൽ വിച്ച് വേരിയബിൾ ഈസ് സിമിലർ ടു എക്സ്ട്രീനിയസ് വേരിയബിൾ. എക്സ്ട്രീനിയസ് വേരിയബിളായിട്ട് സിമിലാരിറ്റി ഉള്ളത് ആരാണ്? കൺഫ്രണ്ടിങ് വേരിയബിൾസ്. അതുപോലെ തന്നെ എക്സ്ട്രീനിയസ് വേരിയബിളിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉള്ളത് ആർക്കാണ്? കൺഫ്രണ്ടിങ് വേരിയബിൾ. മനസ്സിലായോ? ആ രണ്ട് പോയിൻ്റ് ഇപ്പം ഞാൻ സ്പെസിഫൈ ചെയ്ത രണ്ട് പോയിൻറ്റും നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളൂ, കാരണം ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കാറ്റഗറിക്കൽ വേരിയബിൾ. അതായത് ഒരു സ്പെസിഫൈഡ് സെറ്റ് ഓഫ് ഓപ്ഷൻസേ അതിലുണ്ടാവുള്ളൂ. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് തരാൻ പറ്റിയത് ബ്ലഡ് ഗ്രൂപ്പാണ്. ബ്ലഡ് ഗ്രൂപ്പിൽ ഇത്ര ഗ്രൂപ്പ്സ് ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. മനസ്സിലായോ? 4 ഗ്രൂപ്പ്സാണ് ബ്ലഡ് ഗ്രൂപ്പ്സിനുള്ളത്. അല്ലെങ്കിൽ നമുക്കതിനെ 8 ഗ്രൂപ്പ്സ് എന്നും പറയാം. എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി പോസിറ്റീവ് ആൻഡ് എ ബി നെഗറ്റീവ്. അങ്ങനെ 8 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിൽ കൂടുതലും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല. സോ അതിനെയാണ് കാറ്റഗറിക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് കാറ്റഗറി വൈസ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു വേരിയബിളും കൂടെ ആഡ് ചെയ്തോട്ടെ, അതായത് ഡെമോക്രാറ്റിക് വേരിയബിൾ. ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാട്ട്? ജെൻഡർ, ഏജ്, ഇൻകം, ഓക്യുപ്പേഷൻ. ആ ഒരു രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു വേരിയബിൾസിനെയാണ് ഡെമോഗ്രാഫിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടി ടോപ്പിക്കാണ്. ഒരു കുട്ടി ടോപ്പിക്കും അതുപോലെ തന്നെ ഒരു സൂപ്പർ ബോണസാണ്. സൂപ്പർ ബോണസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ബോണസാണ്. 100% ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. Maybe the question may be asked because the questions are unexpected, right? So let's begin. അതായത് ഈ ടൈപ്സ് ഓഫ് വേരിയബിളിൽ തന്നെ 4 സ്കെയിലുണ്ട്. നോമിനൽ സ്കെയിലുണ്ട്, ഓർഡിനൽ സ്കെയിലുണ്ട്, ഇൻ്റർവെൽ സ്കെയിലുണ്ട്, റേഷ്യോ സ്കെയിലുണ്ട്. 4 സ്കെയിലിന് ഒരു മാച്ച് ദ ഫോളോയിങ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഹാവ് എ ബ്രീഫ് പിക്ചർ ഓഫ് വാട്ട് ഇസ് ദീസ്. നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും ഇൻ്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റഫ് ഫിഗർ, കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ടൈപ്സ് ഓഫ് വേരിയബിളിനെ 2 രീതിയിൽ
വേറെ ഒരു സെഗ്മെൻറ്റാണ് ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് വേരിയബിൾസിന് 2 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ആ ഡിവൈഡ് ചെയ്യുന്ന ഒരെണ്ണത്തിന് നമ്മൾ ക്വാളിറ്റേറ്റീവ് എന്നും മറ്റേതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്നും സ്പെസിഫൈ ചെയ്യുന്നു. ഈ ക്വാളിറ്റേറ്റീവിൻ്റെ വേറൊരു പേരാണ് കാറ്റഗറിക്കൽ. നമ്മളിപ്പോൾ നേരത്തെ ഒരു കാറ്റഗറിക്കൽ പറഞ്ഞില്ലേ, കാറ്റഗറിക്കൽ വേരിയബിൾ, അതൊന്നും വിളിക്കാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് വേരിയബിളിനെ നമ്മൾ കാറ്റഗറിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, അതോടൊപ്പം തന്നെ വേറൊരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഈ കാറ്റഗറിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ഈ ക്വാളിറ്റേറ്റീവ് വേരിയബിളിൽ വരുന്ന 2 സെക്ഷൻസാണ് നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്ന 2 സംഭവങ്ങളാണ്, അതായത് 2 സ്കെയിലുകളാണ് ഇൻ്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും. ഈ നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഇപ്പം നമ്മളുടെ പേര്, ഇപ്പോൾ സുധ, ശ്രുതി, അങ്ങനെയുള്ള ഓരോ പേരുകൾ, ആ ഓരോ പേരുകളിനെയാണ് നമ്മൾ നോമിനൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, ഓർഡിനൽ എന്ന് പറയുമ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിന് പെട്ടെന്ന് ക്ലിക്കായിട്ടുണ്ടാവും. കാര്യം ഓർഡിനൽ എന്ന് പറയുന്നത് റാങ്ക്സ് ആണ്. അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഓർഡിനൽ എന്ന് പറയുന്നത്. ഓർഡിനൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് റാങ്കിങ്. അവർ യൂസ് ചെയ്യുന്നത് ഒരു റാങ്കിങ് മെത്തേഡാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് വേരിയബിൾ പറഞ്ഞു, അതിൽ കാറ്റഗറിക്കൽ എന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയും. പിന്നെ വേറൊരു സെക്ഷൻ നമ്മൾ നോക്കിയതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, സോ ക്വാളിറ്റേറ്റീവിൽ വന്നതാണ് നോമിനലും ഓർഡിനലും, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവിൽ വന്നതാണ് ഇൻ്റർവെല്ലും റേഷ്യോവും. ഓക്കെ, നോമിനലിൽ നമ്മൾ പറഞ്ഞു ഒരു പേരായിരിക്കും, നെയിമബിളാണ്, പിന്നെ നെയിംസ്, ഇതെല്ലാമാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. NN നോമിനൽ നെയിം, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ഓർഡിനൽ പറഞ്ഞു റാങ്ക്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർഡറായിട്ട് വിളിക്കുന്നു, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അങ്ങനെ പറയില്ലേ, അതിനെയാണ് ഓർഡിനൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇൻ്റർവെൽ. ഇൻ്റർവെൽ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ഡിഫറൻസസ്. അതിനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഈ ഇൻ്റർവെൽ സ്കെയിലിന് കൊടുക്കാൻ പറ്റുന്നത് ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ സൈസ്. ഇപ്പോൾ 36, 32, 38 അങ്ങനെ ഓരോ സൈസ് പറയില്ലേ, അതും ഒരു ഇൻ്റർവെൽ സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ എസ് റേഷ്യോ. റേഷ്യോയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളമില്ല, നമുക്ക് 0 എന്നുള്ള ഒരു ആബ്സല്യൂട്ട് 0 നമുക്ക് ആ ഒരു റേഷ്യോ സ്കെയിലിൽ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ റേഷ്യോ സ്കെയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ആ സൂപ്പർ ബൊണൻസ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ നോമിനൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിംസ് മാത്രമല്ലേ പറ്റുള്ളൂ. സോ നോമിനൽ അതിൻ്റെ നേരെ തന്നെ ഒരു ആരോ ഇട്ട് എഴുതിക്കോ, നെയിംസ്. ഇനി നെക്സ്റ്റ് വൺ ഓർഡിനൽ എന്ന് പറയുമ്പോൾ ഈ നോമിനലിൻ്റെ ഒപ്പമുള്ള നെയിംസ് ഇല്ലേ, അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഓർഡിനലിൻ്റെ റാങ്ക് എഴുതുന്നത്. ഓക്കെ, സോ നോമിനൽ നെയിംസ് മാത്രമേ ഉള്ളൂ, ഓർഡിനലിൽ നെയിംസും ഉണ്ട്, അതോടൊപ്പം തന്നെ റാങ്കും ഉണ്ട്. അപ്പോൾ നെയിംസ് പ്ലസ് റാങ്ക് കിട്ടിയോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെല്ലിൽ ഈ പറഞ്ഞ 2 എണ്ണം, നമുക്ക് മുന്നിൽ പറഞ്ഞ 2 എണ്ണം, നോമിനലിൻ്റെയും ഓർഡിനലിൻ്റെയും ഒരുമിച്ചുള്ളത്, അതായത് നെയിംസ് പ്ലസ് റാങ്ക് പ്ലസ് ഈക്വൽ ഇൻ്റർവെൽ. അപ്പോൾ ലാസ്റ്റ് വൺ എന്തായിരിക്കും? നെയിംസ് പ്ലസ് റാങ്ക് പ്ലസ് ഈക്വൽ ഇൻ്റർവെൽ പ്ലസ് ആബ്സല്യൂട്ട് 0. കണ്ടോ? ദിസ് ഈസ് എ സൂപ്പർ അമേസിങ് ട്രിക്ക്. നിങ്ങളുടെ കേരള സെറ്റിൻ്റെ എക്സാമിനാണെങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇപ്പോൾ NTA നെറ്റിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഇതൊരു സൂപ്പർ ട്രിക്കാണ്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ ലെറ്റ് മീ റിമൈൻഡ് യു, നോമിനൽ എന്ന് പറഞ്ഞത് നെയിംസ് ആണ്, ഓർഡിനൽ പറയുമ്പോൾ നെയിംസ് പ്ലസ് റാങ്ക് വന്നു, ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ നെയിംസ് പ്ലസ് റാങ്ക് പ്ലസ് ഈക്വൽ ഇൻ്റർവെൽ, ആൻഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ നെയിംസ് പ്ലസ് റാങ്ക് പ്ലസ് ഈക്വൽ ഇൻ്റർവെൽ പ്ലസ് ആബ്സല്യൂട്ട് 0. എപ്പോഴും ഈ റേഷ്യോ സ്കെയിലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാർക്ക് ചെയ്തു ആബ്സല്യൂട്ട് 0. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ചോദിച്ചു, വിച്ച് അമംഗ് ദ സ്കെയിൽ ഡിനോട്ട്സ് ആബ്സല്യൂട്ട് 0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാർക്ക് ചെയ്തു റേഷ്യോ സ്കെയിൽ എന്നുള്ളത്. അതിൻ്റെ ഓർഡർ മറന്നു പോകാതിരിക്കാൻ നിങ്ങളൊരു 3-4 പ്രാവശ്യമെങ്കിലും ഇതൊന്നും പഠിച്ചിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നെയിംസ്, റാങ്ക്സ്, ഈക്വൽ ഇൻ്റർവെൽ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ആബ്സല്യൂട്ട് 0. That's it for now. Let's see in the next video. Till then, work hard and study well. Thank you.